മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ അലംഘനീയമെന്ന് കരുതിയിരുന്ന ഒരു കോട്ട കഴിഞ്ഞ ദിവസം പാടെ തകർന്ന് തരിപ്പണമായി. അതെ, അമ്മ. ഈ സംഘടനയ്ക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന അസ്വാരസ്യങ്ങളും പൊട്ടിത്തെറികളും ഒടുവിൽ ചെന്നവസാനിച്ചത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ക്ലൈമാക്സിലാണ്. ഒരു സമയത്ത് നമ്മുടെ സമൂഹം എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന രീതിയിൽ നോക്കിക്കണ്ട അമ്മ എന്ന താരസംഘടന ഒന്നുമല്ലാതായിരിക്കുന്നു എന്നു മാത്രവുമല്ല, നാറി നാണം കെട്ടിരിക്കുകയാണ്. ഒരു വശത്ത് കോടീശ്വരന്മാരായ പതിറ്റാണ്ടുകളുടെ പ്രമാണിത്തമുള്ള മുൻനിര നടീനടന്മാർ, മറുവശത്ത് നീതിക്കും ന്യായത്തിനും സുതാര്യതയ്ക്കും വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തിയ അൻസിബ ഹസൻ എന്ന ഒരു നടി. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച് തനിക്കുണ്ടായ ദുരനുഭവങ്ങളും സംഘടനയിലെ ജീർണതകളും തുറന്നു പറഞ്ഞ അൻസിബയെ ഒതുക്കുവാൻ നോക്കിയ നേതൃത്വത്തിന് ഒടുവിൽ കസേരകൾ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത വിധം ജനറൽ ബോഡി മീറ്റിംഗിൽ വെച്ച് ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെച്ച് തടി തപ്പിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന കൂട്ടരാജിയും അതേ തുടർന്നുള്ള അൻസിബയുടെയും ടീമിന്റെയും പൊളിച്ചടുക്കലുകളും വന്ന ശേഷം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഏറെ ചിരിപ്പിച്ചൊരു കമന്റ് ഇങ്ങനെയായിരുന്നു: ഫാദേഴ്സ് ഡേയിൽ തന്നെ അമ്മ വിധവയായി. എന്തല്ലേ മനോഹരമായ വിലയിരുത്തൽ. സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും അഴിമതിയും ധൂർത്തും പിന്നെ പുറം ലോകത്തോട് പറയാൻ പറ്റാത്ത തരത്തിലുള്ള മ്ലേച്ഛതകളും അരങ്ങേറിക്കൊണ്ടിരുന്ന ഒരു സംഘടന ഇപ്പോൾ ഏതാണ്ട് ശുദ്ധികലശത്തിന്റെ പാതയിലേക്ക് എത്തുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളാൽ ഭരിക്കപ്പെടുന്ന സ്ത്രീ കൂട്ടായ്മ എന്ന രീതിയിൽ ശ്വേതാ മേനോന്റെയും കുക്കു പരമേശ്വരന്റെയും നേതൃത്വത്തിൽ പുതിയ കമ്മിറ്റി വന്നപ്പോൾ എന്തൊക്കെ വാഴ്ത്തിപ്പാടലുകളായിരുന്നു. കാലങ്ങളായി നിലനിന്നിരുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അടിച്ചമർത്തലുകളും ചൂഷണം ചെയ്യപ്പെടലുകളും അവസാനിച്ചു. സംഘടന ഒരു പുതിയ പാന്താവിലേക്ക് കുതിച്ചുയരുവാൻ പോകുന്നു. ഇത് മലയാള സിനിമയുടെ അഭിമാന നിമിഷം, ഇത് വനിതാ താരങ്ങളുടെ വിജയ നിമിഷം. ഇങ്ങനെയൊക്കെയായിരുന്നു വാഴ്ത്തിപ്പാടലുകൾ. എന്നാൽ ഏറെ വൈകാതെ പവനായി ശവമായി. എന്ന് വെച്ചാൽ പണ്ടുണ്ടായിരുന്നതിനേക്കാളും അധപ്പതിച്ച നിലവാരത്തിലേക്ക് അമ്മ എന്ന സംഘടന കൂപ്പുകുത്തിയിരിക്കുന്നു. പുതിയ കമ്മിറ്റി വന്നപ്പോൾ പല സ്ത്രീകളും തങ്ങൾക്ക് നീതി ലഭിക്കും എന്ന് വിശ്വസിച്ചു. പുതിയ പ്രതീക്ഷയോടുകൂടി അവർ കാത്തിരുന്നു. എന്നാൽ സ്ത്രീകളാൽ ഭരിക്കപ്പെടുന്ന പുതിയ കമ്മിറ്റി ഭരണം കൈയാളിയപ്പോൾ നീതിക്ക് വേണ്ടി കാത്തിരുന്ന പല വ്യക്തികളും വറചട്ടിയിൽ നിന്നും എരുതിയിലേക്ക് എടുത്തെറിയപ്പെട്ട അവസ്ഥയിലായി. എന്ന് വെച്ചാൽ കള്ളന് കാവൽ നിൽക്കുന്നവരും നെറികേടിനെ നെറ്റിപ്പട്ടമാക്കി നടക്കുന്നവരുമൊക്കെയായിരുന്നു പുതിയ ഭരണസമിതി അംഗങ്ങളായി വന്നത്. എന്തായാലും എല്ലാം പൊളിച്ചടുക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, അൻസിബ ഹസനാണ് ധൈര്യത്തോടെ മുൻപോട്ടിറങ്ങിത്തിരിക്കുകയും പൊതുസമൂഹത്തിന്റെ മുൻപിൽ അമ്മ എന്ന ഈ താരസംഘടന പുഴുത്തുനാറിയ ഒരു കൂട്ടം അശുദ്ധ മനുഷ്യരുടെ കയ്യിൽ ശ്വാസം മുട്ടി ചാകാൻ പോവുകയാണ് എന്ന് തുറന്നു പറച്ചിൽ നടത്തുകയും ചെയ്തത്. ആദ്യം തന്നെ പറയട്ടെ, അമ്മ പോലെയുള്ള ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന പണവും പ്രതാപവുമുള്ള ഉന്നതന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുവാൻ ധൈര്യത്തോടെ ഇറങ്ങിത്തിരിച്ച അൻസിബ ഹസനെ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കണം. സിംഗപ്പെണ്ണ് എന്ന് തന്നെ വിളിക്കണം. കാലങ്ങളായി ഈ സംഘടനയ്ക്കുള്ളിൽ ഉണ്ടാകുന്ന നെറികേടുകൾ കണ്ട് മനം മടുത്തിട്ടും അത് പുറം ലോകത്തിന്റെ മുമ്പിൽ തുറന്നു പറയുവാൻ ഭയപ്പെട്ട് കണ്ടിട്ടും കാണാത്തതുപോലെ സഞ്ചരിച്ച ഒരു വലിയ കൂട്ടം ആൾക്കാരുണ്ട്. കാരണം അവർക്കിത് ഉപജീവനത്തിന്റെ പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെ താൻ എന്തെങ്കിലും പറയുവാൻ നിന്നാൽ ഒരുപക്ഷെ ജീവിതം പോലും കോഞ്ഞാട്ടയായി പോകുമോ എന്നുള്ള ഭയം അവർക്കുണ്ടായിരുന്നു. കാരണം അവർ കളിക്കുവാൻ ഇറങ്ങുന്നത് നിസ്സാരക്കാരോടല്ല, ഉന്നതന്മാരോടാണ്. അതിനാൽ തന്നെ എല്ലാം ഉള്ളിലൊതുക്കി മിണ്ടാതെ ഒരു കൂട്ടം ആൾക്കാർ വഴിയുടെ ഓരം ചേർന്ന് പോകുന്നത് പോലെ അങ്ങ് പോവുകയാണ്. എന്നാൽ അതിന്റെ നടുവിലാണ് അൻസിബ ഒരു പുതിയ അംഗം കുറിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയത്. അൻസിബ സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ പ്രത്യക്ഷമായും പരോക്ഷമായും പല മേഖലകളിൽ നിന്നും അവർക്കെതിരെ അതിരൂക്ഷമായ ആക്രമണങ്ങൾ ഉണ്ടായി. പോലീസ് കേസ് ഉൾപ്പെടെ വന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അമ്മ സംഘടനയുടെ ഓലപ്പാമ്പിന്റെ മുമ്പിൽ തെല്ലും ഭയപ്പെടാതെ ധൈര്യത്തോടെ കാൽച്ചുവടുകൾ മുൻപോട്ട് വെച്ച അൻസിബ ഒടുവിൽ പോരാടി വിജയം പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇവിടെ ആരാധനയോടെ മലയാളി സമൂഹം നോക്കിക്കണ്ട ഒരുപിടി താരരാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ജനറൽ ബോഡി മീറ്റിംഗിൽ അൻസിബയെ പുറത്താക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈശ്വര പ്രാർത്ഥനയോടുകൂടി പരിപാടികളൊക്കെ ആരംഭിച്ചത്. പക്ഷേ അപ്രതീക്ഷിതമായി സംഗതികളെല്ലാം കൈവിട്ടുപോയി. ഒടുവിൽ എല്ലാവരും ഓടി ഒളിക്കുവാൻ പരക്കം പാച്ചിൽ നടത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ശ്വേതാ മേനോനൊപ്പം ഒരു വലിയ കൂട്ടം ആൾക്കാർ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു എന്ന് മാത്രവുമല്ല, സംഘടനയിൽ നിന്ന് തന്നെ അവർ രാജിവെച്ചിരിക്കുന്നു. ഏതറ്റം വരെയും പോയി സകലതും പിടിച്ചൊതുക്കും എന്ന് പറഞ്ഞ് മുൻപോട്ട് പോയ ലക്ഷ്മിപ്രിയ ഹുദാ ഹവ. സത്യത്തിൽ നാണക്കേട് എന്ന വാക്കിനൊരു പര്യായ പദം പറയുകയാണെങ്കിൽ ലക്ഷ്മിപ്രിയ എന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റും. പക്ഷെ കക്ഷിക്ക് യാതൊരു ഉളുപ്പുമില്ല. കഴിഞ്ഞ ദിവസം അവരെക്കുറിച്ച് ഒരു സഹപ്രവർത്തക പറഞ്ഞ കമന്റാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ത്രീ വരാൻ പാടില്ല. അവര് ലോകത്തിലെ എല്ലാവർക്കും നാറ്റമാണ്. എന്തിനാണ് അവർ ഇന്നലെ എന്തൊക്കെയാണ് പറഞ്ഞത്? ലക്ഷ്മിപ്രിയ ഇന്നലെ ലക്ഷ്മിപ്രിയ എല്ലാ ആണുങ്ങളെ ചവിട്ടി താഴ്ക്കയല്ലേ ചെയ്തത്. ഇനിയിപ്പോ നമുക്ക് പറയാലോ, മെമ്പർ അല്ലല്ലോ, അവരാരുമല്ല. ഇനി അവരെന്തെങ്കിലും പറയട്ടെ, ഇനി അവർ പുതിയ കഥകൾ ഇറക്കാം. എന്തായാലും കഴിഞ്ഞ ദിവസം അൻസിബയെ പുറത്താക്കുവാൻ വേണ്ടി കൂടിയ ജനറൽ ബോഡി മീറ്റിംഗിന്റെ നടുവിൽ എന്തായിരുന്നു സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് മാലാ പാർവതി സമൂഹത്തിന്റെ മുൻപിൽ വന്ന് തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ്.
മാലാപാർവതി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ കുളിര് കോരുകയാണ്. എത്ര ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ്, എത്ര അഭിമാന ബോധത്തോടു കൂടിയാണ് മാലാപാർവതി അൻസിബയെ സമൂഹത്തിന്റെ മുമ്പിൽ വരച്ചു കാട്ടുന്നത്. ആ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. ഗുഡ് മോർണിംഗ് സ്മൃതി. എന്താകും ഇനി അമ്മയിൽ സംഭവിക്കുക എന്നുള്ള ചോദ്യമാണല്ലോ ഉയരുന്നത്. ഇപ്പോൾ സ്ത്രീകൾ ഭരണരംഗത്തേക്ക് എത്തുന്നു, അപ്പോൾ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അവരൊക്കെ തന്നെയും രാജിവെച്ച് ഒഴിയേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇന്നലത്തെ യോഗത്തിൽ സംഭവിച്ചത്? പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാലാപാർവതിക്ക് പറയാം. എന്താണ് അവിടെ ഒരു പൊട്ടിത്തെറിയായി മാറിയിരിക്കുന്നത്? ഇപ്പോൾ ആ പൊട്ടിത്തെറി പുറത്തേക്കും വരാൻ പോകുന്നു. പക്ഷേ ശ്വേത മാധ്യമങ്ങളെ കാണും എന്നൊക്കെ അറിയാനാകുന്നുണ്ട്. അല്ല, അതൊന്നും കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ഭരണസമിതിയെ നമ്മൾ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവർ കൃത്യമായി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് സ്ത്രീകളായതുകൊണ്ട് കുറച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. ചെയ്യേണ്ട ഉത്തരവാദിത്വം കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ റിപ്പോർട്ട് കൃത്യമായി വന്നില്ല, കണക്ക് കൃത്യമായിട്ട് വന്നില്ല. അപ്പോൾ അമ്മയുടെ ബൈലോ പ്രകാരം കണക്ക് അംഗീകരിക്കുക, റിപ്പോർട്ട് അംഗീകരിക്കുക, ഇത് രണ്ടും നടന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് പോകും. കാരണം അതൊരു ഭരണവീഴ്ചയായിട്ട് വിലയിരുത്തപ്പെടും. അതൊരു എക്സ്പീരിയൻസ് കുറവുകൊണ്ട് പറ്റിയതാണോ മാലാപാർവതി? കുറച്ചുകൂടി സമയം അവർക്ക് നൽകേണ്ടതായിരുന്നു തിരുത്താൻ. അപ്പൊ പറഞ്ഞു എന്ന് ചിലര് പറയുന്നു. പക്ഷെ അൻസിബ ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിന് അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല സ്മൃതി. എന്താണ് ആദ്യം ആൾക്കാർ പറഞ്ഞപ്പോഴൊന്നും അല്ല അമ്മയുടെ അംഗങ്ങൾ എല്ലാവരും മിണ്ടാതിരിക്കുകയും പകുതി പോലെ ഇങ്ങനെ എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയും ശ്രീ ഗണേഷ് കുമാർ വന്നിട്ട് ഇവർക്ക് സമയം കൊടുക്കണം, അവർക്ക് ഭരണപരിചയ കുറവാണ്, ഇവർക്ക് കുറച്ച് ദിവസം കൂടെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. 45 ദിവസം വേണമെന്ന് ശ്വേത പറഞ്ഞപ്പോൾ അത് കൊടുക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും ആ തരത്തിലുള്ള അഭിപ്രായം എന്താ വേണ്ടത് എന്നുള്ളൊരു സംശയത്തിൽ ഭരണാംഗങ്ങൾ ഇരിക്കുമ്പോഴാണ് അൻസിബ കയറി കൃത്യമായി റിപ്പോർട്ടിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളോടൊപ്പം വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് തെളിവ് സഹിതം ഓരോ കാര്യമായിട്ട് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്വേതയ്ക്ക് പറയാനുണ്ടായിരുന്നത് ഞാനും എൻ്റെ ഭരണസമിതിയും റിസൈൻ ചെയ്യുന്നു എന്നാണ്. അൻസിബയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പിന്നെ പറയുവാൻ തീരുമാനിച്ച മറുപടി ഞങ്ങൾ രാജിവെക്കുന്നു എന്നുള്ളതായിരുന്നു. സംഘടനയിൽ നിന്ന് ഉൾപ്പെടെ രാജിവെച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരാരോപണങ്ങൾക്കും മറുപടി പറയണ്ട. തട്ടിപ്പും വെട്ടിപ്പും നടത്തി മടിക്കുത്തിൽ ഒളിപ്പിച്ച ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്ക് ആരോടും പറയണ്ട. നിങ്ങളായി, നിങ്ങളുടെ പാടായി, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക്. ഒരൊറ്റ മുങ്ങലാണ്. പക്ഷേ ശ്വേത മേനോൻ എന്ന വ്യക്തി ആരാണ്, എന്താണ് എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ ഇതോടുകൂടി മറ നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. സാമ്പത്തിക വിഷയമാണ് ആദ്യം നടന്ന ചർച്ച. അൻസിബ ചോദിച്ചതിൽ വളരെ കോംപ്രിഹെൻസീവായ ഒരുപാട് കാര്യങ്ങൾ, സ്വജനപക്ഷപാതം അടക്കം, പണം ധൂർത്തടിച്ചത്, ഇപ്പൊ കണക്ക് കാണിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനകത്ത് അനാവശ്യമായി ഈസി അംഗീകരിക്കാതെ നടത്തിയ ചെലവുകൾ തുടങ്ങി അൻസിബ ഉയർത്തിക്കാട്ടിയ ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാൻ പറ്റാതെയാണ് റിസൈൻ ചെയ്തത്. അപ്പം ഒരു സ്ത്രീപക്ഷം ഇല്ലാതായി എന്നല്ല പറയുക, ഒരു ശക്തമായ സ്ത്രീപക്ഷത്തെ അവിടെ കണ്ടു എന്നാണ് ഞാൻ പറയുക. നാളെ ഒരു പക്ഷെ ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് അൻസിബയ്ക്ക് വരാം, അല്ലെങ്കിൽ ഒരു മന്ത്രിയായിട്ട് വരാം. അത്രയും ക്ലാരിറ്റിയോടെ, സ്പഷ്ടമായിട്ട്, സ്ഫുടമായിട്ട്, വ്യക്തതയോടെ, തെളിവ് സഹിതം 10-20 മിനിറ്റ് നടത്തിയ ആ കുട്ടിയുടെ സംസാരത്തിന് മുമ്പിൽ പിൻ ഡ്രോപ്പ് സൈലൻസോടെ അമ്മ സംഘടനയിലെ അംഗങ്ങൾ ഇരുന്ന് മിണ്ടാതെ ഇരുന്ന് കേട്ടു. കയ്യടിയോടെ, ആരവത്തോടെ ആ കുട്ടിയുടെ സംസാരത്തെ ഏറ്റുവാങ്ങി ആ കൊച്ചു പറഞ്ഞ കാര്യങ്ങൾ നടന്നു. അത്രയുമാണ് സംഭവിച്ചത്. അല്ലാതെ പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന ഭൂരിപക്ഷം ശ്വേതാ മേനോൻ വിഭാഗത്തിനെതിരായിരുന്നു, അല്ലെങ്കിൽ നിലവിലെ ഭരണസമിതിക്കെതിരായിരുന്നു അല്ലേ? ശ്വേത അവസാനം അനൂപ് ചന്ദ്രനും കൊല്ലം തുളസിയും പിന്നെ വേറെ 2 പേരും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മുഴുവൻ പേരും അൻസിബ പറഞ്ഞതിൽ കൺവിൻസ്ഡ് ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീമതി മല്ലിക സുകുമാരൻ, നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്നതാണ് മല്ലിക ചേച്ചി. മല്ലിക ചേച്ചി അവസാനം എഴുന്നേറ്റ് കണക്ക് നിങ്ങൾ കാണിക്കേണ്ടതായിരുന്നു ശ്വേത, കണക്ക് കിട്ടിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ശരി, അപ്പോൾ ഉണ്ണി മുകുന്ദന്റെ പേര് പറയുന്നു, നേരത്തെ കണക്കുകൾ പറയുന്നു. ഈ ഏകപക്ഷീയമായിട്ടാണോ തീരുമാനങ്ങൾ എടുത്തിരുന്നത്? ഇതിപ്പോ കുക്കു പരമേശ്വരന്റെ പേരുണ്ട്. അവർ കണക്ക് അവതരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് അവിടെ ഒരു ബഹളം ഉണ്ടായതെന്നാണ് ഞാൻ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇത് ഒരാൾക്ക് പറ്റിയ പിഴവ് എന്നാണോ, അതിൽ ചിലർ ചേർന്ന് നടത്തിയ പിഴവുകൾ എന്നാണോ, എങ്ങനെയാണ് അതിന് മനസ്സിലാക്കേണ്ടത്? അതായത് ഇവർ പറയാൻ ശ്രമിച്ചത്, ഇവരുടെ മുഴുവൻ കണക്കും ഇവർക്ക് കാണിക്കാൻ പറ്റാത്തത് ശ്രീ ബാബുരാജിന്റെ സമയത്തെ കണക്കുകളിൽ വന്നിട്ടുള്ള പിഴവ്, അത് ഇവർക്ക് കൃത്യമായി കടലാസുകൾ കൈമാറാത്തത്, ഇവർക്ക് ബുക്സ് കൈമാറാത്തത് ആണ് ഒരു പ്രശ്നമായിട്ട് അവിടെ ഉയർത്തി കാട്ടിയത്. അപ്പോൾ ഉണ്ടായ ഒരു ചോദ്യം,
ബാബുരാജിനെ വിളിച്ചു വരുത്താൻ നോട്ടീസ് കൊടുത്തോ? ഇവർ കണക്ക് കൊടുത്തില്ല. ഇപ്പൊ അപ്പു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യന് ശമ്പളം കൊടുക്കാത്തതുകൊണ്ട് ആ പയ്യൻ ചിലപ്പോൾ പേപ്പറുകൾ കൊടുത്തു കാണില്ല. അപ്പൊ ബാബുരാജിനെ വിളിച്ചു വരുത്തി ഇത് കൃത്യമായി ചോദിച്ചോ, നോട്ടീസ് കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല. അവര് ബാബുരാജിനോട് ചോദിച്ചിട്ടില്ല കണക്കുകൾ. മനസ്സിലായോ? അപ്പോൾ ബാബുരാജ് അത് എതിർത്തു. അയാൾക്ക് ഒന്നാമത് അദ്ദേഹത്തിന് കണക്ക് കാണിക്കേണ്ട കാര്യമില്ല. പുള്ളി അഡ്ഹോക് കമ്മിറ്റിയാണ്. സിദ്ദിഖ് സാർ ഫുൾ കണക്ക് കൊടുത്തിട്ടാണ് പോയത്. പിന്നെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയാണ് ഇത് മുഴുവൻ ശരിയാക്കേണ്ടത്. അപ്പൊ ഇവര് ബാബുരാജിന്റെ പീരീഡിലുള്ള കണക്ക് ചോദിക്കാനായിട്ട് നിങ്ങൾ എന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരവില്ല. അപ്പൊ പറഞ്ഞു ഓഡിറ്റഡ് കണക്കാണ് ഞങ്ങൾ കാണിക്കുന്നതെന്ന്. അപ്പൊ ഓഡിറ്റർ ശ്രീ രഞ്ജിത്ത് വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഓഡിറ്റഡ് റിപ്പോർട്ടാണെന്ന്. പിന്നെയും ആവർത്തിച്ച് ശ്വേത പറഞ്ഞുകൊണ്ടിരുന്നു ഓഡിറ്റഡ് റിപ്പോർട്ടാണെന്ന്. പക്ഷെ അദ്ദേഹം വന്ന് പറഞ്ഞു ഇല്ല, എനിക്കത് അങ്ങനെ പറയാൻ പറ്റത്തില്ല, ലൂപ്പ് ഹോൾസ് ഉണ്ട്. ക്വാളിഫൈഡ് റിപ്പോർട്ട്, അതായത് ക്വറികളോടൊപ്പം കൊടുത്ത ഒരു റിപ്പോർട്ട് മാത്രമാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഇസ് എ ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട്, നോട്ട് എ റിയൽ ഓഡിറ്റ് റിപ്പോർട്ട്. ട്രഷറർ കൈയൊഴിഞ്ഞു, ഞാൻ ഈ കണക്ക് ഒപ്പിടില്ല, എൻ്റെ കയ്യിലല്ല, എന്നെ 3 മാസം മുമ്പ് നിർബന്ധിത രാജിവെച്ച് പോകാൻ പറഞ്ഞതാണ്, എന്നെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് അയാൾ ഒപ്പിടും. അപ്പോൾ ട്രഷറർ അംഗീകരിക്കാത്ത, ഓഡിറ്റർ അംഗീകരിക്കാത്ത ഒരു കാര്യം അംഗീകരിക്കാൻ എല്ലാവരും ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഒരു വലിയ വിഭാഗം സ്ത്രീകൾ ശ്വേതയോടൊപ്പം ആദ്യം ഉണ്ടായിരുന്നു. ആരും ശ്വേത പറയുന്നത് കേൾക്കട്ടെ, എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞു തന്നെയാണ്. ലക്ഷ്മിപ്രിയയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു, ശരിയാണ്. പക്ഷെ ശ്വേതയോടൊപ്പം തന്നെയാണ് ആൾക്കാർ നിന്നിരുന്നത്. കുക്കുവിന് എതിർപ്പുണ്ടായിരുന്നു, ശ്വേതയോടൊപ്പം ആയിരുന്നു ആൾക്കാർ. പക്ഷെ അൻസിബ പറഞ്ഞ കാര്യങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ഒരു അക്ഷരം തിരിച്ചു പറയാനാവാതെ എല്ലാ കാര്യങ്ങളും കൺവിൻസ്ഡ് ആക്കാൻ ആ കുട്ടിക്ക് സാധിച്ചു. യഥാർത്ഥത്തിൽ ഇന്നലത്തെ യോഗത്തിൽ അൻസിബയ്ക്കെതിരെ നടപടിയെടുക്കാനുള്ള ആലോചന കൂടി ഉണ്ടായിരുന്നല്ലോ. അതൊരു ആലോചനയായിട്ട് തന്നെ ഇരിക്കത്തേ ഉള്ളൂ. ആ കുട്ടി അത് ഇനി എവിടെ എത്താൻ പോകുന്നതാ ഞാൻ ആലോചിക്കുന്നത്. എന്തൊരു സത്യമുള്ള കൊച്ചെന്നേ. വന്ന് നിന്ന് അങ്ങോട്ട് ആർജവത്തോടെ അങ്ങോട്ട് ശരി പറയുമ്പോൾ ഉണ്ടാവുന്ന നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്, നമുക്ക് കിട്ടുന്ന ഒരു ഗൂസ്ബംസ് ഉണ്ട്. അത് ഇന്നലെ അനുഭവിക്കാൻ സാധിച്ചു സ്മൃതി. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് അൻസിബയെ തെരഞ്ഞെടുക്കാതിരുന്നത് മാലാപാർവതി? ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ പേരുകളൊക്കെ വരുമ്പോൾ ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാവുന്ന പേരുകളാണോ? മാലാപാർവതിക്ക് നല്ല വിശ്വാസമുള്ള ആളുകളാണോ ഈ വന്നിരിക്കുന്നതൊക്കെ? ഒന്നാമത്തെ കാര്യം, ഈ ശ്വേത തന്നെ ഒരു കാര്യം മുന്നോട്ട് വെച്ചു, അഡ്ഹോക് കമ്മിറ്റിയിൽ നിൽക്കുന്നവർ അടുത്ത പ്രാവശ്യം ഇലക്ഷൻ നിൽക്കരുതെന്ന്. അപ്പൊ അൻസിബയെ നമ്മൾ അഡ്ഹോക് കമ്മിറ്റി നിർത്തിയാൽ അൻസിബയ്ക്ക് അടുത്തോടെ ഇലക്ഷൻ നിൽക്കാൻ പറ്റാതെ വരും. മനസ്സിലായോ? അപ്പോൾ ഇപ്രാവശ്യം ഈ കഴിഞ്ഞ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ഏറ്റവും നല്ല പ്രവർത്തനമെന്ന് വിലയിരുത്തപ്പെട്ട ആശാ രവീന്ദ്രനെയും റോണിയെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അഡ്ഹോക് കമ്മിറ്റിയാണ്. രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിലാണ്. ഗണേഷ് കുമാറുണ്ട് ആ കമ്മിറ്റി. ഒരു പരാതിയും പറയാൻ പറ്റില്ല. ഗണേഷ് കുമാറുണ്ട്. ഗണേഷ് കുമാർ ഏറ്റവും കൂടുതൽ ശ്വേതയ്ക്ക് വേണ്ടി സംസാരിച്ച ആളാണല്ലോ. ഏറ്റവും കൂടുതൽ സംസാരിച്ച, ഒരുപാട് നേരം സംസാരിച്ചു അദ്ദേഹം. ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, സ്ത്രീകളുടെ കമ്മിറ്റിയാണ്, അവർക്ക് ഭരണപിഴവുണ്ടാവും. അത് ഓൾമോസ്റ്റ് ആൾക്കാർ അത് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അൻസിബ വളരെ ശക്തമായും കാണും. ഒരാൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ആ കുട്ടി സംസാരിച്ചു. പക്ഷേ ശ്രീ മാലാപാർവതി, ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അമ്മയ്ക്കകത്തെ പ്രശ്നങ്ങൾ പുറത്തേക്ക് എത്തുമ്പോൾ സ്ത്രീകൾ തമ്മിലുള്ള ഒരു പോര് എന്ന രൂപത്തിലൊക്കെയാണ് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ ഫോണിൽ സംസാരിച്ച വിവരം, പിന്നെ പോലീസ് കേസാകുന്നു, ടിനി ടോമുമായി ബന്ധപ്പെട്ട ഗുരുതരമായ വിഷയം അവിടെ നിൽക്കുന്നു. അതല്ലാത്ത കാര്യങ്ങൾ സ്ത്രീകൾ തമ്മിലുള്ള പോരെന്ന രൂപത്തിലേക്കാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ അമ്മ എന്ന സംഘടനയ്ക്ക് തന്നെ ചീത്തപ്പേരാകുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഒരു സംഘടന പ്രവർത്തിക്കേണ്ടത് എന്ന് ആളുകൾ മുക്കത്ത് വിരൽ വെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ലേ? അത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഭരണസമിതിയെക്കുറിച്ചുള്ള എനിക്കുള്ള വ്യക്തിപരമായ ഒരു സങ്കടവും ഒരു ആക്ഷേപവും. കാരണം 17 പേരെ ഒരുമിച്ച് നിർത്താൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, ഓരോരുത്തരുടെ ഭാഗം ജയിക്കാനായിട്ട് 2 പേര് തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ ഒരാളെ ചേർത്ത് നിർത്തി അവർക്ക് ഇങ്ങനെ തീ ഇങ്ങനെ കൂട്ടിക്കൊടുക്കുക, ആളി കത്തിക്കുക. അപ്പോൾ എടുത്തെറിയാൻ പറ്റുന്ന ബോംബുകളുണ്ടെങ്കിൽ അവരെ കൊണ്ട് മാക്സിമം ചീത്ത വിളിപ്പിക്കുക. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യുക. ഇപ്പൊ ടിനി ടോമിനെയും ലക്ഷ്മി പ്രിയയും ഒരു വശത്ത് യൂസ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ഉണ്ണി ശിവപാലിനെ യൂസ് ചെയ്യുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അതൊക്കെ വളരെ ബാലിശമാണ്, അൺപ്രൊഫഷണലാണ്, പണി അറിഞ്ഞുകൂടാത്തവർ ചെയ്യുന്ന പരിപാടിയാണ്. കൃത്യമായി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ജോലി ചെയ്യേണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഇത് പിന്നെ സ്മൃതിക്ക് അറിയാവുന്നത് പോലെ എന്നെക്കുറിച്ച് വലിയ ആക്ഷേപം വന്നു. ഞാൻ മീഡിയയിലൂടെ ഫൈറ്റ് ചെയ്താണ് ഇത് മുഴുവൻ കുളമാക്കിയത്.
ഞാൻ എന്നാണ് മീഡിയയുടെ മുമ്പിൽ എത്തുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അൻസിബയുടെ വിഷയത്തിന് ശേഷം റിപ്പോർട്ടർ വന്നപ്പോൾ മാത്രമാണ് ഞാൻ സംസാരിച്ചത്. അപ്പൊ എനിക്ക് എന്താ കൊമ്പുണ്ടോ? മാല പാർവതി മീഡിയയുടെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കുന്നു, മാല പാർവതിക്ക് എന്താ അധികാരം എന്നൊക്കെ ചോദിച്ചിട്ട് ചേച്ചി എന്താ ഇവിടെ സംസാരിക്കാൻ വന്ന, മീഡിയയുടെ മുമ്പിലല്ലേ സംസാരിക്കുള്ളൂ എന്നാണ് ശ്വേത ചോദിച്ചത്. അപ്പൊ പിന്നെ അതെനിക്ക് വലിയ തമാശയായിട്ട് തോന്നുന്നു. ആ ശ്വേതയാണ് നാളെ മാധ്യമങ്ങളെ വിശ്വസിച്ചിട്ട് പിന്നെ മാധ്യമങ്ങളെ കാണാൻ വരുന്നത്. അപ്പൊ അവർക്ക് മാധ്യമങ്ങളെ വിശ്വാസം ഉണ്ടോ? എനിക്കത് അറിയാൻ താല്പര്യമുണ്ട്. അവരപ്പോൾ എന്നോട് അവസാനം പറഞ്ഞിട്ട് പോയത് പിന്നെ അപ്പോൾ നമുക്ക് ഇനി മുതൽ മാധ്യമങ്ങളിലൂടെ യുദ്ധം ചെയ്യാം. എനിക്കിത് യുദ്ധമൊന്നും അല്ല സ്മൃതി, ഇത് സ്ത്രീകൾ തമ്മിലുള്ള പോരുമല്ല, അങ്ങനൊന്നും ആരും പറയരുത്. ഇത് അൻസിബയുടെ ചോദ്യങ്ങൾക്ക് അവർക്ക് കൃത്യമായി ഉത്തരം പറഞ്ഞിട്ട് എഴുതി വളരെ മാന്യമായി അവിടെ നിൽക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് വെളിയിലിറക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ബാബുരാജ് എന്നും ഇടവേള ബാബു എന്നും പറയേണ്ടി വരുന്നത്? എന്തുകൊണ്ട് അൻസിബ എന്നൊരു പേര് പറയാൻ അവർ കുട്ടിക്ക് ധൈര്യം കിട്ടുന്നില്ല? ആ കുട്ടിയോ നോക്കൂ, ഇത് ആണും പെണ്ണുമല്ല, അതിനു മുമ്പ് ഒരു വാക്ക് പറയണം, സത്യം, നേര്, നീതി എന്ന്. ശരി, അപ്പോ അവരാണെങ്കിൽ ഇപ്പോൾ ഇനി അമ്മ സംഘടനയിലേക്കേ ഇല്ല, പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രാഥമിക അംഗത്വം പോലും രാജിവെച്ചിരിക്കുന്നു. അതൊരു ശരിയായ രീതിയായിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു പോക്ക്? കാരണം അല്ല, അതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്മൃതി എനിക്ക് പറയാൻ പാടുണ്ടോ എന്നറിയില്ല. ഒന്നാമത്തെ കാര്യം, വളരെ ബാലിശമായിട്ടാണ് ആ കുട്ടിയുടെ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് തുടങ്ങിയത്. ശ്വേത വന്ന് പറഞ്ഞത് നമുക്ക് അടുത്തത് 1500 രൂപ എല്ലാവർക്കും പെൻഷൻ കൂട്ടും, അടുത്ത പിന്നെ ജനറൽ ബോഡി തായ്ലൻഡിലായിരിക്കും, 4 ദിവസം എല്ലാവരെയും അവിടെ കൊണ്ടുപോകും, അതിന് പുറമെ ഒരു വലിയ സംഖ്യ അമ്മയ്ക്ക് കിട്ടുകയും ചെയ്യും, പിന്നെ എല്ലാവർക്കും ജോലി തരും. ഇത് പിന്നെ ആൾക്കാർക്ക് അങ്ങ് ഒത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ തരത്തിലുള്ള ബാലിശമായിട്ടുള്ള ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ ഇത്രയും എതിർപ്പ് വന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു ഗൗരവം പോയി. അപ്പൊ അതുകൊണ്ടായിരിക്കും ആ കുട്ടി താൽക്കാലികമായിട്ട്, പിന്നീട് ശരിയാവുമായിരിക്കും. ഒന്നത് ലാൽ സാർ എടുത്ത ഒരു നിലപാടുണ്ട്. ലാൽ സാറിനെ ഇപ്പൊ ഗണേഷ് ചേട്ടൻ പറഞ്ഞു, ലാൽ സാർ എടുക്കുന്ന തീരുമാനമാണ് അന്തിമം, എന്തായാലും ഇവർക്ക് 45 ദിവസം ഇവർ ചോദിക്കുന്ന സമയം അവർക്ക് കൊടുക്കണം അവർക്ക് എന്ന് പറഞ്ഞ് കർശനമായിട്ട് കട്ടായത്തോടെ പറഞ്ഞു. അപ്പൊ ലാൽ സാർ പറഞ്ഞു, നമ്മളൊക്കെ എന്തിനാണ് ഇങ്ങനെ, എല്ലാവർക്കും ഒരു നല്ല സന്തോഷമുള്ള ഒരു ദിവസം ആശംസിക്കുന്നു, നമ്മളൊരു തണൽ പോലെ വന്നു പോകുന്നത്, ചെറിയ സമയത്തേക്കാണ് വരുന്നത്, എന്തിനാണ് ഇങ്ങനെ എല്ലാവരും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താണോ അമ്മയുടെ ജനറൽ ബോഡിയുടെ തീരുമാനത്തിനോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞു. ഇത് വലിയ ഷോക്കായി കാണും. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷവും അതിനു മുൻപും അമ്മ സംഘടനയ്ക്കുള്ളിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു, പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം കെട്ടിച്ചമച്ച കഥകളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുവാനാണ് നേതൃത്വം ശ്രമിച്ചത്. ഇതിനിടയിലാണ് കമ്മിറ്റി മെമ്പറായ അൻസിബ ഹസൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കുന്നത്. അത് വെറുമൊരു രാജിയായിരുന്നില്ല, കൃത്യമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു വിപ്ലവം തന്നെയായിരുന്നു അത്. സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന കെടുകാര്യസ്ഥത, ലക്ഷങ്ങളുടെ അഴിമതി, സ്ത്രീകളടക്കമുള്ള അംഗങ്ങളെ ചൂഷണം ചെയ്യുന്നത്, ചോദിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നവരെ മാനസികമായി പീഡിപ്പിക്കുന്ന രീതി, ഇതെല്ലാം അൻസിബ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിച്ചു. ഒരു ജനാധിപത്യ സംഘടനയെന്ന് അവകാശപ്പെടുന്ന അമ്മ യഥാർത്ഥത്തിൽ ചില പ്രമാണികളുടെ സ്വകാര്യ ക്ലബ്ബായി മാറിയിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യമാണ് അൻസിബയിലൂടെ പുറംലോകം തിരിച്ചറിഞ്ഞത്. കഴിഞ്ഞ ദിവസം കൂടിയ ജനറൽ ബോഡി മീറ്റിംഗിന്റെ അജണ്ട എന്തായിരുന്നു എന്നറിയണ്ടേ? തങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിയ അഴിമതി കഥകൾ വിളിച്ചു പറഞ്ഞ അൻസിബ ഹസനെ പണി കൊടുത്ത് താരസംഘടനയിൽ നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ പരസ്യമായി ശാസിക്കുക, തുടർന്ന് നിയമ നടപടികളിലേക്കൊക്കെ നീങ്ങുക, ഇതായിരുന്നു. അതെ, വമ്പൻ സ്രാവുകളായ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അൻസിബയെ വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ തന്നെ പ്രിപ്പറേഷനോട് കൂടിയാണ് എത്തിയത്. അവിടെയാണ് തിരക്കഥ മാറിയത്. സിനിമയിലെ മാസ് ഡയലോഗുകളെ വെല്ലുന്ന രീതിയിലായിരുന്നു അൻസിബയുടെ ചോദ്യശരങ്ങൾ. തന്നെ കുറ്റപ്പെടുത്തുവാൻ നോക്കിയ നേതൃത്വത്തിനെതിരെ അൻസിബ കൃത്യമായ തെളിവുകൾ നിരത്തി. സംഘടനയുടെ കണക്കുകൾ എവിടെ? കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഓഡിറ്റ് ചെയ്ത കണക്കുകൾ ജനറൽ ബോഡിയിൽ സുതാര്യമായി അവതരിപ്പിക്കുവാൻ കഴിയുന്നില്ല? മുൻ കമ്മിറ്റിയുടെ കാലത്ത് നടന്ന കോടികളുടെ സാമ്പത്തിക അഴിമതിയെക്കുറിച്ച് എന്തുകൊണ്ട് ഈ കമ്മിറ്റി അന്വേഷിച്ചില്ല? ആരെയാണ് ഭാരവാഹികൾ ഭയപ്പെടുന്നത്? എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഭൂരിഭാഗം അംഗങ്ങളും അറിയാതെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്പോൺസർഷിപ്പുകളും ഫണ്ടുകളും ആരുടെ അക്കൗണ്ടിലേക്കാണ് പോയത്? അത് ദൂർത്തടിക്കുവാൻ ആരാണ് അനുവാദം നൽകിയത്? ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയുവാൻ കഴിയാതെ അതുവരെ തല ഉയർത്തി നിന്നിരുന്ന വലിയ താരങ്ങൾ പലരും ലജ്ജിച്ച് തല താഴ്ത്തിയിരിക്കേണ്ടി വന്നു. ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിച്ച് ഫലിപ്പിക്കുന്ന ഭാവങ്ങളല്ല, മറിച്ച് ഭയത്തിന്റെയും നിസ്സഹായാവസ്ഥയുടെയും ഭാവങ്ങളായിരുന്നു അപ്പോൾ അവരുടെ മുഖത്തുണ്ടായിരുന്നത്. ഇവിടെയാണ് നമ്മൾ ന്യായത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും സംസാരിക്കേണ്ടത്. ഒരു സംഘടനയിലെ അംഗങ്ങൾക്ക് സുരക്ഷിതത്വവും തുല്യതയും ഉറപ്പാക്കേണ്ടവരാണ് നേതൃത്വം. എന്നാൽ ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ, തെളിവുകൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ മറുപടി പറയുവാൻ ഭാരവാഹികൾക്ക് കഴിഞ്ഞില്ല. അതിന് അവർ തുനിഞ്ഞതുമില്ല. പകരം അവർ ചെയ്തത് ഒറ്റയടിക്ക് ഭാരവാഹിത്വം ഒപ്പം സംഘടനയുടെ പ്രാഥമിക അംഗത്വവും രാജിവെച്ചു തടിതപ്പി.
എന്തിനായിരുന്നു ഈ കൂട്ടരാജി? നിയമപരമായ നടപടികളിൽ നിന്നും പൊതുജന മധ്യത്തിലെ വിചാരണയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ളൊരു തന്ത്രം. അതുമാത്രമായിരുന്നു അത്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അഴിമതി നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എല്ലാവരും കൂടി ഒരുമിച്ച് ഒളിച്ചോടുന്നത്? അൻസിബ എന്ന നടി ഉയർത്തിയ ചോദ്യങ്ങൾ അത്രമേൽ സത്യസന്ധമായിരുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഭീരുത്വത്തോടു കൂടിയുള്ള ഈ കൂട്ടരാജി. ഇത് വെറുമൊരു സംഘടനയ്ക്കുള്ളിലെ തർക്കമല്ല. ഇത് അധികാരവർഗവും സാധാരണക്കാരും തമ്മിലുള്ള പോരാട്ടത്തിന്റെ പ്രതീകമാണ്. മലയാള സിനിമയിൽ ഇനി ഒരു താരമേധാവിത്വം നടക്കില്ല എന്നുള്ളതിന്റെ സൂചന കൂടിയാണിത്. അൻസിബ ഹസൻ ഇവിടെ ഒരു ചരിത്രമാണ് തിരുത്തിക്കുറിച്ചിരിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുവാൻ ആളുണ്ടായാൽ എത്ര വലിയ കൊമ്പന്മാരും കസേര വിട്ടിറങ്ങി ഓടേണ്ടി വരും എന്ന് അൻസിബ തെളിയിച്ചു. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഇനി ഈ സംഘടനയ്ക്ക് ഒരു ഭാവിയുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഭാവി ഉണ്ടെങ്കിൽ അത് അഴിമതിരഹിതവും സുതാര്യവും സ്ത്രീകൾക്ക് തുല്യനീതി ഉറപ്പാക്കുന്നതുമായ ഒന്നായിരിക്കണം. കൂടാതെ അൻസിബ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് നിയമപരമായ അന്വേഷണങ്ങളിലൂടെ മറുപടി ലഭിക്കുകയും വേണം. ദൂർത്തടിച്ച പണവും വാങ്ങിയ ഫണ്ടുകളും എവിടെ പോയി എന്ന് പൊതുജനത്തിന് ബോധ്യപ്പെടണം. ഈ വിഷയത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അൻസിബയുടെ പോരാട്ടത്തെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? താരങ്ങളുടെ കൂട്ടരാജി അത് ഭീരുത്വമാണോ അതോ തന്ത്രമാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷനുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ ബൈ.